രണ്ടാമതായി പരിശുദ്ധ ഖുർആനിലെ സവിശേഷതകളുടെ പരാമർശങ്ങളുടെ സവിശേഷത, ഖുർആനിൽ ഒരിക്കലും തെറ്റുപറ്റാത്ത കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളത്. ഒരിക്കലും തെറ്റുണ്ടാവില്ല. ഏത് സമയത്തുള്ള അന്വേഷണത്തിലും അത് ശരി മാത്രമേ. പുതിയ പുതിയ അന്വേഷണം നടക്കുമ്പോൾ അതിലെ പുതിയ പുതിയ ശരികൾ നമുക്ക് ലഭിക്കും. ഉദാഹരണത്തിന് ഇണകളെ കുറിച്ച് ഖുർആനിലെ പരാമർശങ്ങൾ. ഖുർആൻ പറയുന്നത്, ഖുർആനിലെ 36-ാമത്തെ അധ്യായം സൂറത്ത് യാസീനിലെ 36-ാമത്തെ വചനം, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ഖുർആൻ പറയാണ്, പടച്ചവൻ എത്ര പരിശുദ്ധൻ, എല്ലാറ്റിലും ഇണകളെ സൃഷ്ടിച്ചവൻ. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ എന്നാണ്, എല്ലാറ്റിലും ഇണകളെ സൃഷ്ടിച്ചവൻ. ആ ഇണകൾ എന്തിലൊക്കെ ഉണ്ട്? ഭൂമി മുളപ്പിക്കുന്ന സസ്യങ്ങളിലുണ്ട്, നിങ്ങളിലുണ്ട്, നിങ്ങളിൽ നിന്ന് ഇണകളുണ്ട്. മാത്രമല്ല നിങ്ങൾക്കറിയാത്ത വസ്തുക്കളിലുമുണ്ട്. നമുക്കറിയാം, മനുഷ്യരിലുള്ള ഇണകളെ കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, ജന്തുക്കളിലുള്ള ഇണകളെ കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, അതേപോലെ തന്നെ സസ്യങ്ങളിലുള്ള ഇണകളെ കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് നമുക്കറിയാം. എന്നാൽ നമ്മൾ കൂടുതൽ കൂടുതൽ പഠനങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ നമ്മൾ അറിഞ്ഞ വസ്തുതകൾ എന്താണ്? നമ്മൾ പരിശോധിച്ച് നോക്കുക. നമ്മൾ ആദ്യം വിചാരിച്ചു ആറ്റമാണ് ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാനപരമായ ഇഷ്ടിക ആറ്റമാണെന്ന് നമ്മൾ വിചാരിച്ചു. ആറ്റത്തെ കുറിച്ച് കൊണ്ട് പഠിച്ചപ്പോഴോ അവിടെ ഇണകളുടെ പാരസ്പര്യമാണ് നമ്മൾ അറിഞ്ഞു. പ്രോട്ടോണും ഇലക്ട്രോണുമാകുന്ന ഇണകൾ. ആ ഇണകൾ, ഇലക്ട്രോണും പ്രോട്ടോണും ഇണകളായി നിലനിൽക്കുന്നത് കൊണ്ടാണ് പദാർത്ഥ ലോകം തന്നെ നിലനിൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കി. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ, എല്ലാറ്റിലും ഇണകളെ സൃഷ്ടിച്ചു. ഇനി പ്രോട്ടോണിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയപ്പോ, പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും കുറിച്ച് മനസ്സിലാക്കിയപ്പോ അവിടെയും വീണ്ടും അടിസ്ഥാന കണങ്ങളുണ്ടെന്ന് മനസ്സിലായി. അതെന്താണ്? അത് കോർക്കുകൾ എന്നറിയപ്പെടുന്നതാണ്. ഇപ്പോ നിങ്ങളുടെ അഡ്വാൻസ്ഡ് ഫിസിക്സിൽ, പിന്നെ ഇപ്പോഴുള്ള ഡിഗ്രി ക്ലാസ്സിലെല്ലാം കോർക്കുകളെ കുറിച്ച് പഠനം കടന്നു വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളൊന്നും പഠിക്കുമ്പോൾ കോർക്കുകളെ കുറിച്ചുള്ള പഠനം ഡിഗ്രിക്കൊന്നും കടന്നു വന്നിട്ടുണ്ടായിരുന്നില്ല. കോർക്കുകൾ പുതിയ പഠനമാണ്. കോർക്കുകളെ കുറിച്ച് പഠനശാസ്ത്ര ശാഖക്ക് തന്നെ ക്രോമോഡൈനാമിക്സ് എന്നാണ് പേര്. ഫിസിക്സിലെ ഒരു ശാഖയാണ് അറ്റോമിക് ഫിസിക്സ്. അറ്റോമിക് ഫിസിക്സിലെ ഒരു ശാഖയാണ് ന്യൂക്ലിയർ ഫിസിക്സ്. ന്യൂക്ലിയർ ഫിസിക്സിന്റെ ഒരു ശാഖയാണ് ക്രോമോഡൈനാമിക്സ്. ആ ക്രോമോഡൈനാമിക്സിൽ നമ്മൾ പഠിക്കുന്നത് കോർക്ക് ഉണ്ടല്ലോ, കോർക്ക് നിലനിൽക്കുന്നത് കോർക്കും ആന്റി കോർക്കുമാകുന്ന ഇണകളായിട്ടാണ്. കോർക്ക് നിലനിൽക്കണമെങ്കിൽ ഒരു ആന്റി കോർക്ക് വേണം. ആ ആന്റി കോർക്കില്ലെങ്കിൽ കോർക്കില്ല, കോർക്കില്ലെങ്കിൽ ആന്റി കോർക്കില്ല. കോർക്കിനെ ആന്റി കോർക്കിനെയും വേർപെടുത്താൻ പറ്റുമോ? വേർപെടുത്താൻ സാധ്യമല്ല. ഒരിക്കലും വേർപെടുത്താൻ കഴിയാത്ത ഇണകളായിട്ടാണ് കോർക്കും ആന്റി കോർക്കും സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇലക്ട്രോണിനെ കുറിച്ച് പഠിച്ചപ്പോഴോ, ഇലക്ട്രോണിനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോൺ എന്താണ്? നമ്മൾ സ്കൂളിൽ തന്നെ പഠിച്ചിട്ടുള്ള ഇലക്ട്രോൺ കണികയാണോ, പാർട്ടിക്കിൾ ആണോ? അല്ല. എന്ന് വേവ് ആണോ? അതുമല്ല. എന്നാൽ വേവ് ആണ് എന്ന് വിചാരിച്ചിട്ട് ഇലക്ട്രോൺ നോക്കുമ്പോൾ നമുക്ക് തോന്നും അത് തരംഗമാണ്, വേവ് ആണ്. അതല്ല, പാർട്ടിക്കിൾ ആണോ എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് പാർട്ടിക്കിൾ ആണ്. അവസാന ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുള്ള എന്താണ്? വേവ് പാർട്ടിക്കിൾ ഡൈക്കോട്ടമി. അതാണ് ഇലക്ട്രോൺ, അഥവാ തരംഗ കണിക ദ്വൈത സ്വഭാവം, അല്ലെ? അപ്പോ രണ്ട് തരംഗ സ്വഭാവം വിരുദ്ധമായ സ്വഭാവമാണ്, കണികാ സ്വഭാവം വിരുദ്ധമായ സ്വഭാവമാണ്. ഈ രണ്ട് സ്വഭാവങ്ങളെയും ഇണചേർത്തപ്പോൾ ഇലക്ട്രോൺ ഉണ്ടായി. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ. ഇലക്ട്രോൺ ഏറ്റവും അടിസ്ഥാനപരം. ആ ഇലക്ട്രോണിൽ എന്താണുള്ളത്? തരംഗവും കണികയും ഇണചേർത്തു. അതിന് വേർപെടുത്താൻ പറ്റുമോ? വേർപെടുത്താൻ സാധിക്കാത്ത വിധം. ഇനി പുതിയ പഠനം ഉണ്ടാകുമ്പോ പുതിയ ഇണയെ കണ്ടെത്തുന്നുള്ളതാണ് സത്യം. അതല്ലാതെ മറ്റൊന്നും നമ്മൾ കണ്ടെത്തില്ല.